ബി.ജെ.പിക്ക് 25 വർഷങ്ങൾക്ക് ശേഷം അവിടെ നേട്ടം കൊയ്യാൻ സാധിക്കുന്നു. ആം ആദ്മി പാർട്ടി പിന്നോക്കം പോയിരിക്കുന്നു. കോൺഗ്രസ് വീണ്ടും അവിടെ പൂജ്യത്തിൽ തന്നെ തുടരുന്നു. അപ്പോൾ ഈ ഒരു നേട്ടത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു, അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ്? രണ്ട് കാര്യങ്ങളാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തേണ്ടത്. ഒന്ന് വികസനം. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം വികസനമാണ്. രണ്ട്, രാഷ്ട്രീയം. ഈ രണ്ട് കാര്യങ്ങളും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസോടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. നമുക്കറിയാം, ഡൽഹിയുടെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ കാണുന്ന ആ ന്യൂഡൽഹി, ആ ഒരു സറൗണ്ടിങ്സ് വിട്ട് ഡൽഹിയുടെ പുറം മുഴുവൻ, അല്ലെങ്കിൽ ഡൽഹിയുടെ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലകൾ മുഴുവൻ സ്ലമ്മുകളായി മാറിയിരിക്കുന്നു. യഥാർത്ഥ സ്ലമ്മിനപ്പുറത്തേക്ക് ഡൽഹിയുടെ ചുറ്റുവട്ടം മുഴുവൻ ചേരികളായി മാറിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഞാൻ പറയാം, ഹരിനഗർ എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രം ഒരു കാലത്തെ പോഷ് കോളനി ആയിരുന്നത്, ഇന്ന് അവിടെ എവിടുന്നൊക്കെയോ ആളുകൾ വന്ന് തമ്പടിച്ച് ഈ അനാവശ്യമായി ഈ ഡൽഹിയെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കെജ്രിവാൾ ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത് ഈ അനാവശ്യമായി ഫ്രീ സംവിധാനങ്ങളിലേക്ക് അർഹതയുള്ളവർക്ക് ഫ്രീ കൊടുക്കരുന്നല്ല, അർഹതയുള്ളവർക്ക് അത് കൊടുക്കണം. കൈത്താങ് ആവശ്യമുള്ള ഒരു ജനത ഇവിടെ ഉണ്ട്, അവർക്ക് അത് കൊടുക്കണം. പക്ഷെ ഇലക്ഷൻ രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കെജ്രിവാൾ കഴിഞ്ഞ 2 പ്രാവശ്യവും കൊടുത്ത് അല്ലെങ്കിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഡൽഹിയെ അടിസ്ഥാനപരമായി തകർത്ത് കളഞ്ഞിരിക്കുന്നു. യു.പിയിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ ഈ ഫ്രീ കണ്ടുകൊണ്ട് ഡൽഹിയിലേക്ക് കുടിയേറിയ ഒരു ജനത തന്നെ അവിടെ ഉണ്ട്. മാത്രമല്ല, കുടിവെള്ളം, ഇപ്പൊ കുടിവെള്ളം ഫ്രീ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇത്തരം ഫ്രീ കൊടുക്കുന്ന സാധനങ്ങൾ കിട്ടിയാലല്ലേ ഫ്രീ എന്ന് പറയാൻ പറ്റുള്ളൂ. കുടിവെള്ളം ഡൽഹിയുടെ ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഡൽഹിയിലെ ഇപ്പോഴും പറയട്ടെ, ഷീലാ ദീക്ഷിതിന്റെ കാലഘട്ടത്തിന് ശേഷം അവിടെ മര്യാദയ്ക്ക് ഒരു റോഡ് പണി നടന്നിട്ടില്ല. ഡൽഹി ട്രാഫിക്കിന്റെ ഒരു വലിയ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റിയ ട്രാഫിക് ബ്ലോക്കിലാണ് നമ്മൾ അവിടെ ഡൽഹി ചെല്ലുമ്പോൾ പെടുന്നത്. അത് മാത്രമല്ല, പൊല്യൂഷന് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പുകവലി ആരോഗ്യത്തിന് ഹാനികരം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഡൽഹിയിൽ പോയി സിഗരറ്റ് വലിക്കണമെന്നില്ല, ഒരാൾ സിഗരറ്റ് വലിക്കണമെന്നില്ല. ഡൽഹിയിൽ ചുമ്മാ ജീവിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ് എത്ര വലുതാണെന്നറിയാം. ഡൽഹി ജനത പൊറുതിമുട്ടിയിരിക്കുന്നു ക്രിയാത്മകമായി ഒന്നും. മാത്രമല്ല, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുകയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ ഉണ്ടായാൽ മാത്രമേ ഇനി ഡൽഹിക്ക് രക്ഷയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയപരമായി നോക്കിയാൽ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഒട്ടാകെ, നമുക്കറിയാം, കേരളത്തിൽ പോലും ആം ആദ്മി പാർട്ടി ഒരു സമയത്ത് വലിയ ട്രെൻഡായി വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു അഴിമതി വിരുദ്ധ മുഖം. ആ അഴിമതി വിരുദ്ധ മുഖത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കെജ്രിവാൾ വന്നിരുന്നു. പക്ഷെ ആ കെജ്രിവാളാണ് ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന് ലോകം തിരിച്ചറിഞ്ഞൊരു കാലഘട്ടവും ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമുക്കറിയാം, ഇന്ത്യ മുന്നണി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രചരണമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നടത്തിയത്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് തന്നെ അത് തുറന്നു പറയേണ്ടി വന്നു, കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് തുറന്നു പറയേണ്ട ഗതികേടുണ്ടായി. അപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹം അന്ന് പറഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ ജനതയും, ഇന്ത്യ ഒട്ടുക്ക് ഒരു പ്രക്ഷോഭം നടത്തിയില്ല, ഇന്ത്യയിലെ മുഴുവൻ ജനതയും അവർ തെറ്റിദ്ധരിപ്പിക്കലുണ്ടായത്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവൊക്കെ ഇത്രമാത്രം അധപ്പതിക്കുന്ന ഒരു കാഴ്ചയും ഡൽഹി കണ്ടു. അതിന്റെയൊക്കെ തിരിച്ചടിയാണ് ഡൽഹിയിൽ രാഷ്ട്രീയപരമായിട്ട്. ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പൊ മുമ്പ് സൂചിപ്പിച്ച പോലെ മലയാളികളൊക്കെ ഞാൻ അവിടെ 4 ദിവസമാണ് ഡൽഹിയിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരുന്നത്. ആ 4 ദിവസങ്ങൾ എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ മലയാളികൾക്കിടയിലാണ് ഇന്ന് എന്റെ ചുമതല ഉണ്ടായിരുന്നത്. എല്ലാവരും, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ ആളുകളും ബി.ജെ.പി വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ് വോട്ടിംഗ് മെഷീനിൽ കുഴപ്പമുണ്ടെന്ന് പറയുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് അവർ പറയാറുള്ളത്. അവർ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിലൊഴികെ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് മെഷീനിൽ കുഴപ്പമുണ്ടെന്ന് പറയുന്ന ഒരു പ്രവണത അവിടെ ഉണ്ട്. ഇത് ഡൽഹിയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഇത് ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായും വികസന രംഗത്തും ബി.ജെ.പി മുമ്പോട്ട് വെച്ച ആശയങ്ങൾ കിട്ടിയ വലിയൊരു വിജയമായിട്ട് ഇതിനെ കാണാൻ കഴിയും.